സംഭവബഹുലമായ ഒരു ഗുരുവായൂർ വിവാഹം. വിവാഹത്തിന്റെ ദിവസം എന്തൊക്കെയാ സംഭവിച്ചതെന്ന് അറിയണ്ടേ? ഒരനുഭവം അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും തയ്യാറല്ലേ ഗുരുവായൂരിലേക്ക്, ആ നടയിലേക്ക്? സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു നിമിഷങ്ങളായിരുന്നു ആ ഗുരുവായൂർ അമ്പല നടയിൽ ഈ അമ്മയുടെ അമ്മയുടെ മകളുടെ കല്യാണത്തിന് നടന്നത് കേട്ടോ. അപ്പം നമുക്ക് കേൾക്കാം. നമസ്കാരം ശ്രീകാന്ത് സാർ, എൻ്റെ പേര് ശ്രീദേവി, സുജ എന്ന് വിളിക്കൂട്ടോ. ഞാൻ ത്രിമധുരം കുടുംബത്തിലെ ഒരു അംഗമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 25 ഗുരുവായൂർ അമ്പലത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് പറയുന്നത്. അന്ന് എൻ്റെ മകളുടെ കല്യാണമായിരുന്നു. ഹോട്ടലിൽ നിന്നും താലി കെട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുമായിരുന്നു കേട്ടോ. പടിഞ്ഞാറേ നടയിൽ നിന്നും കുട്ടികളും ബന്ധുക്കളും തെക്കോട്ട് തിരിഞ്ഞു നടന്നു. എൻ്റെ ഹസ്ബൻഡ് വടക്കേ നടയിൽ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് വരാമെന്ന് കരുതി ഞാൻ വടക്കോട്ട് തിരിഞ്ഞു കേട്ടോ. 2 ചുവട് നടന്നതും ഞാൻ വീണു. വീഴ്ച കുറച്ച് വലുതായിരുന്നു കേട്ടോ. 2 പല്ല് പൊട്ടിപ്പോയി. കണ്ണിൻ്റെ താഴെ ഒരു മുറിവുണ്ടായി. അത് കണ്ടു നിന്ന സെക്യൂരിറ്റിയും ദേവസ്വം ജീവനക്കാരും വേഗം വന്നു. ആംബുലൻസ് വിളിച്ചു. ഉടനെ ഹോസ്പിറ്റലിൽ പോകണം, മുറിവ് വലുതാണ്, സ്റ്റിച്ച് ഇടണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആംബുലൻസിൽ കയറാൻ കൂട്ടാക്കിയില്ല. എൻ്റെ മകളുടെ കല്യാണമാണ്, അത് കണ്ടിട്ട് ഞാൻ എവിടെ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തുനിന്ന് ഒരു പയ്യൻ പറഞ്ഞു, ചേച്ചി ബ്ലഡ് വരുന്നു, മുഖം കഴുകൂ, വായ് കഴുകൂ എന്നൊക്കെ. അപ്പോൾ അവർ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. ബ്ലഡായിട്ട് അവരെ എങ്ങനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല കേട്ടോ. ഞാൻ മുഖം കഴുകിക്കഴിഞ്ഞ് ഒരു തുള്ളി ബ്ലഡ് പോലും വന്നില്ല. അകത്ത് ഓടുന്ന ചെറിയ വണ്ടിയിൽ അവിടെ നിന്ന് ഒരാൾ കൂടെ കയറി എന്നെ കിഴക്കേ നടയിലെത്തിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താൽ കുട്ടികളുടെ കൂടെ നിന്ന് കല്യാണം കാണാൻ പറ്റി. അതിനുശേഷം ഞാൻ പോയി ഫസ്റ്റ് എയ്ഡ് എടുത്തു. പിന്നീട് റിസപ്ഷൻ ഉണ്ടായിരുന്നു. എല്ലാം ഭംഗിയായി, ഒരു തടസ്സവും ഇല്ലാതെ ഭഗവാൻ നടത്തി തന്നു. അടുത്ത ദിവസം അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് നന്ദി പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പരിചയമുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇന്ന് അമ്പലത്തിനുള്ളിൽ കടക്കാൻ പറ്റില്ല, അശുദ്ധി വന്നിട്ടുണ്ട്, ആരോ കയറിയിട്ടുണ്ട്. അപ്പം എനിക്ക് വിഷമമായിട്ടോ. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ശരി, വെളിയിൽ നിന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് വേറെ അനുഭവം. കല്യാണത്തിൻ്റെ അന്ന് സെർവർ ഡൗൺ ആയിരുന്നു. അത് കാരണം രജിസ്ട്രേഷൻ നടന്നില്ല. അപ്പോൾ ആ റെസീറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം അത് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. കുറേ നോക്കി. ഞാനും ഹസ്ബൻഡും ക്ഷീണിച്ചു. ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ണാ കുറച്ച് കൂടുന്നുണ്ട് കുറുമ്പ്, എനിക്ക് ഇത്രയും വയ്യ എന്ന് നിനക്കറിയില്ലേ എന്ന്. അത് പറഞ്ഞിട്ട് വീണ്ടും നോക്കാൻ തുടങ്ങി. ഒരു പ്രാവശ്യം കൂടി നോക്കാമെന്ന് വിചാരിച്ച് ഡസ്റ്റ്ബിൻ തുറന്നു നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ കണ്ണൻ്റെ പടമുള്ള റെസീറ്റ് ഇരിക്കുന്നു. ഇതിനെല്ലാം എൻ്റെ ഹസ്ബൻഡ് സാക്ഷിയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നു. അവർ പറഞ്ഞു, നീ വീണത് എല്ലാവരും അറിഞ്ഞു, ഞാൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ. എനിക്ക് വീണ്ടും വിഷമമായി. കണ്ണന് എന്നോട് വിരോധമാണോ? അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഭഗവാൻ എന്നോട് വിരോധമൊന്നുമില്ലെങ്കിൽ ഇന്ന് നമുക്ക് പ്രസാദം കഴിക്കാൻ കിട്ടുമെന്ന്. ഇന്ന് ദർശനമില്ല എന്ന് പറഞ്ഞത് ആളുകളൊന്നുമില്ലല്ലോ, അപ്പോൾ ആഹാരം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും വിഷമമാവും. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു. ശരി, ഞാൻ തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയിട്ടോ. ചെല്ലുമ്പോൾ അവിടെ നാരായണീ യജ്ഞസമിതിയിലെ ഒരാളുണ്ട്. അദ്ദേഹമാണ് കല്യാണത്തിനുള്ള സഹായങ്ങൾ ചെയ്തു തന്നതും. ഞങ്ങളെ കണ്ടതും അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആഹാരം കഴിച്ചിട്ടാണോ വന്നത്? ഇല്ലെങ്കിൽ കഴിച്ചിട്ട് വരൂ, ക്യൂവിൽ അധികം ആളുകളൊന്നുമില്ല, ഒരു 10-20 പേർ കാണും. നിൽക്കുമ്പോൾ അകത്തു നിന്നും മൈക്കിൽ അനൗൺസ്മെന്റ് വരുന്നു, ശുദ്ധി കഴിഞ്ഞു, ഭക്തർക്ക് ഉള്ളിൽ കയറി ഭഗവാനെ ദർശിക്കാമെന്ന്. എന്ത് പറയണമെന്നറിയില്ല. മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു. വാവിട്ട് കരഞ്ഞുപോയി ഞാൻ. അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് തിരികെ റൂമിൽ വന്ന് കുളിച്ച് ശുദ്ധിയായി വന്ന് ഭഗവാനെ കണ്ട് ദർശനം നടത്തി. ഒരുപാട് നന്ദി പറഞ്ഞു. അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ഒരു തടസ്സവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ കൂടെ നിന്ന് നടത്തി തന്നു. പിന്നെ എൻ്റെ ഭഗവാൻ എന്നോട് ഒരു വിരോധവും ഇല്ലെന്ന് കാണിച്ചു തന്നു. അതുമതി ഈ ജന്മത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യം. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം. അത് തന്നെയാണ് സത്യം. പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവങ്ങളാണ് സംഭവിച്ചത്. അപ്പോൾ ഒരു കാർമേഘം വന്ന് മൂടിയത് മാതിരി ഉണ്ടായിരുന്നില്ലേ അമ്മ വീണു എന്ന് കേട്ടപ്പോൾ. അതിൽ നിന്ന് അമ്മയുടെ മുഖം കഴുകി രക്തം വരാതെ ഭഗവാൻ മണ്ഡപത്തിലെത്തിച്ചു, കല്യാണം കഴിപ്പിച്ചു. പിന്നെ കാണാതായ റെസീറ്റ് തിരിച്ചു കൊടുത്തു. ഇതൊക്കെ എല്ലാവരും നമ്മൾ ആദ്യ അനുഭവം കേൾക്കുമ്പോൾ നമ്മളും വിചാരിക്കും, എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്തോ ഒരു സുഖമില്ലായ്മ ഉണ്ടല്ലോ ഈ കാര്യത്തിൽ നിന്ന്. പക്ഷേ അവസാനമായപ്പോൾ ഉണ്ടല്ലോ ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാൻ ആ ഭക്ഷണം കഴിക്കാനുള്ള അവസരവും കൊടുത്തു. ശുദ്ധിയൊക്കെ കഴിഞ്ഞു. പിന്നെ പുണ്യാഹമൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ കാണാൻ അമ്മയെ കൈകൂട്ടി കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എന്താ വെച്ചാൽ ഇത്രയും സങ്കടം അമ്മയ്ക്ക് വന്നു എന്നുള്ളത് ഭഗവാൻ അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിട്ടുണ്ടാവും, ഒരു സംശയമില്ല. അമ്മയെ അങ്ങനെ സങ്കടപ്പെടുത്താനൊന്നും പറ്റില്ല. ഇതൊക്കെ ഒരു പരീക്ഷണമായിരുന്നില്ലേ? നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും പരീക്ഷണം എന്ന് പറയുന്നത്. ആദ്യം നടന്നത് പരീക്ഷണം തന്നെയായിരുന്നു. മകളുടെ വിവാഹമാണ്. വിവാഹത്തിൽ ഇങ്ങനെയൊക്കെ
നിങ്ങൾക്ക് സംഭവിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഭഗവാൻ ചോദിച്ചതാണ്. പക്ഷേ ഭഗവാൻ തന്നെ ഒക്കെ ഒരു മായ കൊണ്ടെല്ലാം മറച്ചു കളഞ്ഞു അല്ലേ. ഇപ്പം ആ രക്തം വരുന്നത് നിന്നു. അമ്മയെ കല്യാണം കാണാൻ അനുവദിച്ചു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡിവൈൻ ഫീലിംഗ് തോന്നിയിട്ടോ. അവസാനമായപ്പോൾ അമ്മയുടെ ആ ഒരു മനസ്സ് നമ്മൾ കാണുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം. അമ്മയ്ക്ക് വേണ്ടി ഭഗവാൻ എല്ലാം മാറ്റിക്കൊടുത്തു. എല്ലാം സന്തോഷമായിട്ട് അകത്തേക്ക് അമ്മയെ കടത്തിവിട്ടു. ഒന്നും പറയാനില്ല, ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഈ അനുഭവം. ഞാൻ ആദ്യം വായിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ കൂടുതൽ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് വന്നത്. ഒന്നും പറയാനില്ല. എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.